ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾക്കും ഗുരുക്കന്മാർക്കും സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മുവിലെത്തും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക പടക്കപ്പൽ ഇംഫാൽ ഇന്ന് മുംബൈയിൽ കമ്മീഷൻ ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് വീർ ബാൽ ദിവസ് ആചരണത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് ഒരു പുതിയ അധ്യായം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ വീർ ബാൽ ദിവസത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശ്രീ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളുടെ രക്തസാക്ഷിത്വം രാജ്യത്തെ ഓരോ പൗരനും ശക്തി പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आजादी के अमृत काल में वीर बाल दिवस के रूप में एक नया अध्याय प्रारंभ हुआ है. वीर बाल दिवस भारतीयता की रक्षा के लिए कुछ भी कर गुजरने के संकल्प का प्रतीक है. ये दिन हमें याद दिलाता है कि शौर्य की पराकाष्ठा के समय कम आयु मायने नहीं रखती. गुरु गोविंद सिंह जी और उनके चारों साहिबजादों की वीरता और आदर्श आज भी हर भारतीय को ताकत देते हैं. സുശക്തമായ യുവത്വം കെട്ടിപ്പടുക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾക്കും ഗുരുക്കന്മാർക്കും സുപ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കൾ നടത്തിയ മാർച്ച് പാസ്റ്റ് ശ്രീ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വീർ ബാൽ ദിവസ് പ്രമാണിച്ച് ഗുരു ഗോവിന്ദ് സിംഗിന്റെ രക്തസാക്ഷികളായ മക്കൾക്കും മാതാ ഗുജ്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്മരണാഞ്ജലി അർപ്പിച്ചു. മുഗൾ ഭരണത്തിന്റെ ക്രൂരതകൾക്കെതിരെ അവർ അത്യധികം ധൈര്യത്തോടെ നിലകൊള്ളുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. സാഹിബ് സാദേകളുടെ സമാനതകളില്ലാത്ത വീര്യം വരും തലമുറകൾക്ക് പ്രചോദനമായി തുടരുമെന്നും ശ്രീ ഷാ പറഞ്ഞു. 10ാമത് സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ ബാബ സൊരാവർ സിംഗിന്റെയും ബാബ ഫത്തേ സിംഗിന്റെയും മാതൃരാജ്യത്തിനായുള്ള പരമോന്നത ത്യാഗത്തിന് മുന്നിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂറും പ്രണാമമർപ്പിച്ചു. സാഹിബ് സാദേകളുടെ ത്യാഗവും സമർപ്പണവും യുഗങ്ങൾക്ക് പ്രചോദനമായിരിക്കുമെന്ന് ശ്രീ ഠാക്കൂർ പറഞ്ഞു. ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മു സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തും. അതിർത്തി ജില്ലകളായ പൂഞ്ച്, രജൌറി ജില്ലകളിലും സന്ദർശിച്ച് സൈനികരുമായും പ്രദേശവാസികളുമായും ആശയവിനിമയം നടത്തും. രാജ്ഭവനിൽ സുരക്ഷാസ്ഥിതി വിലയിരുത്തുന്ന യോഗവും ഉണ്ടാകും. ഇന്നലെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ പൂഞ്ച്, രജൌറി മേഖലകൾ സന്ദർശിച്ചിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് സന്ദർശിക്കും. ജില്ലാ ഭരണകൂടം അധികൃതരുമായി പ്രളയാനന്തര സ്ഥിതിഗതികൾ മന്ത്രി അവലോകനം ചെയ്യും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഇംഫാൽ മുംബൈയിലെ നാവികസേനാ താവളത്തിൽ ഇന്ന് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. വടക്കുകിഴക്കൻ നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഇംഫാൽ. തുറമുഖത്തും കടലിലുമായി നിരവധി ക്ഷമതാ പരിശോധനകൾക്ക് ശേഷം ഒക്ടോബറിലാണ് കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയത്. മംഗലാപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ ഗുജറാത്ത് തീരത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിനിരയായ ചരക്ക് കപ്പൽ MV ചെംപ്ലൂട്ടോ മുംബൈ തുറമുഖത്തെത്തി. കപ്പലിലെ ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീരസംരക്ഷണ സേനയുടെ കപ്പലായ INS വിക്രമിന്റെ സംരക്ഷണയിലാണ് ചരക്ക് കപ്പലിനെ മുംബൈ തുറമുഖത്തിന് സമീപം എത്തിച്ചത്. ആക്രമണമുണ്ടായ പ്രദേശത്ത് തീരസംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കി. ഡ്രോൺ ആക്രമണത്തിനിടെയായ MV ചെംപ്ലൂട്ടോ ചരക്ക് കപ്പലിൽ നാവികസേനയുടെ ആയുധം നിർവീര്യമാക്കുന്ന വിഭാഗം പരിശോധന നടത്തി. മുംബൈ തീരത്തെത്തിയപ്പോഴായിരുന്നു പരിശോധന. ഇനി വിവിധ അന്വേഷണ ഏജൻസികൾ സംയുക്തമായി അന്വേഷണം നടത്തുമെന്നും നാവികസേന വക്താവ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രമേഹത്തെ അതിജീവിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി അതിപ്രധാനമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പാദസ്പർശം പ്രമേഹ പാദനിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ വി മുരളീധരൻ. പ്രമേഹത്തെ അതിജീവിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത ഭാരത സങ്കല്പ യാത്ര സംസ്ഥാനത്ത് ഇന്ന് പുനരാരംഭിച്ചു. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യാത്ര പുനരാരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം, മാണിക്കൽ, കൊല്ലത്ത്, പടിഞ്ഞാറേ കല്ലട, കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടക്കും. പത്തനംതിട്ട ജില്ലയിൽ റാന്നി, അങ്ങാടി, റാന്നി, കോട്ടയം ജില്ലയിൽ തിടനാട്, പൂഞ്ഞാർ, തെക്കേക്കര, ഇടുക്കിയിൽ മറയൂർ, എറണാകുളത്ത് പാമ്പാക്കുട, തിരുമാറാടി എന്നിവിടങ്ങളിലും യാത്രയെത്തും. ആലപ്പുഴ ജില്ലയിലും പര്യടനം പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലയിൽ മണ്ണുത്തിയിലും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലും പാലക്കാട് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലും ചെർപ്പുളശ്ശേരി നഗരസഭയിലുമാണ് പര്യടനം. കോഴിക്കോട് ജില്ലയിൽ മൂടാടി, അരിക്കുളം, വയനാട്ടിൽ വെള്ളമുണ്ട, മലപ്പുറത്ത് മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി എന്നിവിടങ്ങളിലാണ് പര്യടനം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കർമ്മശേഷി വികസനത്തിനായുള്ള ഓൺലൈൻ സംവിധാനം മിഷൻ കർമ്മയോഗിയുടെ വിപുലീകൃത പതിപ്പ് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്. സാധാരണക്കാർക്ക് സമയബന്ധിതമായി സേവനങ്ങൾ എത്തിക്കുന്നതിന് സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. മിഷൻ കർമ്മയോഗിയുടെ വിപുലീകൃത പതിപ്പ് ന്യൂഡൽഹിയിൽ പ്രകാശിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും ഡിജിറ്റൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും പുതിയ രീതികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് നവീനവും പുരോഗമനപരവും സുതാര്യവുമായ സാങ്കേതികവിദ്യ പ്രാപ്തമാക്കാൻ മിഷൻ കർമ്മയോഗി ഊന്നൽ നൽകും. കർമ്മയോഗി പ്ലാറ്റ്ഫോമിൽ ആവിഷ്കരിച്ച 3 പുതിയ സവിശേഷതകളും മന്ത്രി അവതരിപ്പിച്ചു. MyIGOT, ബ്ലെൻഡഡ് പ്രോഗ്രാമുകൾ, ക്യൂറേറ്റഡ് പ്രോഗ്രാമുകൾ എന്നിവയാണ് പുതിയതായി കൂട്ടിച്ചേർത്ത സംവിധാനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലയുടെ ശാക്തീകരണവും അത്യാധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടുള്ള മെഡ്ടെക് മിത്ര സംരംഭത്തിന് രാജ്യത്ത് തുടക്കമായി. രാജ്യത്തെ മെഡിക്കൽ സാങ്കേതിക വിദ്യാ വ്യവസായ രംഗത്ത് ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സംരംഭത്തിന് തുടക്കമിട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഇത് താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ തദ്ദേശീയ വികസനം സുഗമമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ അഭിവാജ്യ ഘടകമാണ് മെഡിക്കൽ ഉപകരണ മേഖല. 2047 രാജ്യത്തെ ആരോഗ്യരംഗത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സമഗ്രമായ സമീപനമാണ് രാജ്യം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുഷ്പുൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന അമൃത് ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാതെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം കഴിഞ്ഞെന്നും അയോധ്യയിൽ നിന്നാകും ഫ്ളാഗ് ഓഫ് നടക്കുകയെന്നും മന്ത്രി അറിയിച്ചു. പെട്ടെന്ന് വേഗം കൂട്ടാനും നിർത്താനും കഴിയുമെന്നതാണ് പുതിയ ട്രെയിനിന്റെ പ്രത്യേകത. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 116 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 4170 പേരാണ് രോഗബാധിതരായുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 മരണവും റിപ്പോർട്ട് ചെയ്തു. 293 പേർ രോഗമുക്തി നേടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം ആരംഭിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിനിടെ റഷ്യൻ ഉപപ്രധാനമന്ത്രിയും വ്യവസായ വ്യാപാര മന്ത്രിയുമായ ഡെന്നീസ് മൻഡ്രോവുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവിനെയും അദ്ദേഹം കാണും. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ്, താപനിലയും താഴ്ന്നു. ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെട്ടത്. മധ്യപ്രദേശിൽ ഉൾപ്പെടെ അടുത്ത 2 ദിവസം ഇതേ നില തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഡൽഹിയിൽ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വിമാനങ്ങളും വൈകുന്നുണ്ട്. ചില വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഡൽഹിയിൽ 9.4 ഡിഗ്രി സെൽഷ്യസാണ് താപനില. 3 ഉപഗ്രഹങ്ങളുമായി ലോങ് മാർച്ച് 11 റോക്കറ്റ് ചൈന വിജയകരമായി വിക്ഷേപിച്ചു. ദക്ഷിണ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയിലെ യാങ്ജിയാങ്ങിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യാ പരീക്ഷണങ്ങൾക്കാണ് ഉപഗ്രഹങ്ങൾ പ്രധാനമായും പ്രയോജനപ്പെടുത്തുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ തുടക്കമാകും. ഇന്ത്യൻ സംഘത്തെ രോഹിത് ശർമ്മ നയിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾക്കും ഗുരുക്കന്മാർക്കും സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മുവിലെത്തും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക പടക്കപ്പൽ ഇംഫാൽ ഇന്ന് മുംബൈയിൽ കമ്മീഷൻ ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത സങ്കല്പ യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.